ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ഭാര്യമാര് പെൺകൊടികൾ ജീവിക്കുന്ന ജീവിതം കാണുമ്പോൾ വളരെ വേദന തോന്നുകയാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, രാവിലെ പള്ളിക്കുടത്തിലേക്ക് പോയി വൈകുന്നേരം മടങ്ങി വരുന്ന കൗമാരപ്രായക്കാരിയായ നിന്റെ പൊന്നുമോക്കെന്തിനാ മൊബൈല്? മുസ്ലിയാരെ, 8ാം ക്ലാസ്സിൽ നിന്ന് നല്ല മാർക്ക് മേടിച്ചപ്പോ അവക്ക് വാങ്ങിക്കൊടുത്തതാണ്. SSLCക്ക് പാസ്സായപ്പോ സമ്മാനം നൽകിയതാണ്. ഇനി മൊബൈൽ സംവിധാനത്തിന്റെ ഉള്ളിലൂടെ എത്രയോ പെൺകൊടികളാണ് വഴികേടായി പോയത്. നീ ആലോചിക്കുന്നില്ലേ? അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ത്യയിലെ 5 യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും കേരള യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥിയായി പഠിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമ്മുടെ സമുദായത്തിലെ പെൺകൊടികൾ കലാലയത്തിന്റെ നടുമുറ്റങ്ങളിൽ നടത്തിക്കൂട്ടുന്ന ആഭാസങ്ങളെ വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നയാളെന്ന നിലക്ക് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് പറയട്ടെ, വീട്ടിൽ നിന്ന് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ആനുകൂല്യങ്ങൾ പറ്റി കലാലയത്തിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട പൊന്നുമോള് ഇന്നാരുടെയോ ചൂടുപറ്റിയിട്ടാണ് വന്നതെന്ന്, വന്നിട്ടില്ലാത്തതെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ഈ നിലയിലാണ് സമൂഹത്തിന്റെ ഗതിമാറ്റമെങ്കിൽ നമ്മുടെ മാതൃകയാകേണ്ടത് ഇവിടെയുള്ള ഏതെങ്കിലും ചില വ്യക്തികളല്ല. കാരണം എന്താ? വീട്ടിൽ ചെന്ന പൊന്നുമോള് കാണുന്നത് ടിവിയാണ്. ടിവിയിൽ കാണുന്നത് റസൂലുള്ളാഹിനെയല്ല, ടിവിയിൽ കാണുന്നത് സിദ്ദീഖുൽ അക്ബറിനെയല്ല, ടിവിയിൽ കാണുന്നത് ആയിഷ ബീവിയെയല്ല, ടിവിയിൽ കാണുന്നത് ഫാത്തിമ ബീവിയെയല്ല, ടിവിയിൽ കാണുന്നത് സിനിമാ താരങ്ങളെയും ക്രിക്കറ്റ് താരങ്ങളെയും ആഗോള പിശാചുക്കളെയുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഹൃദയത്തിലേക്ക് പിക്ചറൈസ് ചെയ്തത് ഏതോ നടനാണ്, അവരുടെ മനസ്സിലേക്ക് പതിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഏതോ നടിയെയാണ്. ഇവൾ ആലോചിക്കുകയാണ്, എനിക്ക് അവളെപ്പോലെ എങ്ങനെയാകാം, എനിക്ക് ഇവളെപ്പോലെ എങ്ങനെയാകാം, എനിക്ക് അവനെ എങ്ങനെ പ്രിയം വെക്കാം എന്നു മാത്രം മക്കളുടെ മനസ്സിൽ പതിയാനുള്ള ടെലിവിഷൻ വാങ്ങി വെക്കുന്ന പിതാവേ, അങ്ങനെ മാത്രം പഠിപ്പിക്കാനുള്ള സാഹചര്യമുണ്ടാക്കിയപ്പോൾ നിങ്ങളുടെ മക്കളുടെ മനസ്സിലേക്ക് മാതൃകായോഗ്യമായി കടന്നു വരേണ്ടവരില്ല. അതേ സമയത്ത് നമ്മുടെ മാതൃകയാകേണ്ടതാരാണ്? ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമുക്ക് ഏറ്റവും വലിയ മാതൃകയാകേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കാരണം തസൗറു में मदीने की जहाँ तस्वीर बनती है वहीं पे जिंदगी की हर अदा तनवीर बनती है. മദീന മനസ്സിലേക്ക് വന്നാൽ ജീവിതം മുഴുവനും പ്രകാശിതമായി, ആ പ്രകാശപൂർണമായ അനുധാവനത്തിന്റെ അസ്ഥിവാരങ്ങളെയും അനുധാവനത്തിന്റെ സമവാക്യങ്ങളെയും അടയാളപ്പെടുത്തി തരേണ്ട മദീനയെ മാറ്റിവെച്ചിട്ട് മുസ്തഫായെ മാറ്റിവെച്ചിട്ട് അവിടുത്തെ കുടുംബത്തിന്റെ ചിത്രങ്ങളെ മാറ്റിവെച്ച് സിനിമാ നടന്മാരെ മുമ്പിൽ കാണുന്ന പുതിയ തലമുറ ആരെയാ തുടരേണ്ടത്? ഇന്നുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് മുസ്ലിം ഏരിയകളിൽ ചെന്ന മുസ്ലിമിന്റെ പേരുള്ള ഒരു നടന്റെ ഫാൻസുകൾ. എടാ മോനെ, നീ ഇത്ര വലിയ ഗതികെട്ടവനായി പോയോ? ഏതോ ഒരു മനുഷ്യന് വേണ്ടി നിന്റെ ജീവിതത്തെ ആടിത്തിമർക്കാനും അവന്റെ ചിത്രം പതിപ്പിച്ചിട്ട് അതിന്റെ പിന്നിൽ മുദ്രാവാക്യം വിളിക്കാനും അവന്റെ പേരിലുള്ള ടൈംസ് മേടിച്ചിട്ട് ജീവിക്കാനും ഗതികെട്ടുപോയോ മോനെ നിന്റെ ജീവിതം? നിനക്ക് ചിന്തയില്ലയോ, ബുദ്ധിയില്ലയോ? നീ ആരുടെ ഫാൻസാണായി മാറിയത്?
നമുക്കാകേണ്ട മാതൃകയാരാണ്? ഹുദാ की रजा चाहते हैं दो आलम, खुदा चाहता है रज़ाए मुहम्मद सल्लल्लाहु अलैहि वसल्लम. മോനെ, എന്റെ മാതൃക, നിന്റെ മാതൃക, പ്രപഞ്ചത്തിന്റെ മാതൃക, നമ്മുടെ എല്ലാവരുടെയും റോൾ മോഡലായി വരേണ്ടത് മദീനയുടെ രാജാവ്, മനസ്സകത്തിന്റെ നേതാവ്, മാലോകരുടെ മോചനത്തിന്റെ മലർവനി വിരിച്ച് ഈ ലോകത്തെ മുഴുവനും മഹനീയതയുടെ മടിത്തട്ടിലേക്ക് മാടി വിളിച്ച മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നോക്കൂ, അറബ് നാട്ടിന്റെ വരണ്ട ഭൂമിയെ ഇന്ന് പെട്രോളിന്റെ വിളവ് ഭൂമിയാക്കി മാറ്റിയ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആടിനെ മേയ്ക്കാനും ഒട്ടകത്തെ തെളിക്കാനും അവിടുന്ന് ആ കടലോരത്ത് ജീവിക്കാനും നിയോഗിക്കപ്പെട്ടവരെ പട്ടുമെത്തയിലേക്കും പരവതാനിയിലേക്കും ലോകാധികാരത്തിന്റെ അമരത്തേക്കും ഉയർത്തിക്കൊണ്ടുവന്ന ഭൂമിയിൽ ജീവിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നബിയാണ് മോനെ എനിക്ക് മാതൃകയാകേണ്ടത്. ആ നബിയുടെ ഫാൻസാണ് മോനെ ഞാനാകേണ്ടത്. അല്ലെങ്കിൽ ഞാനും സഹോദരങ്ങളും ആകേണ്ടത്. നമ്മുടെ മാതൃകയാരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ റസൂലുള്ളാഹിന്റെ പേര് പോലും തെറ്റായി ഉച്ചരിക്കാൻ വഴിയുണ്ടാക്കിയ ഒരു നടന്റെ പിന്നാലെയാണ് ഇന്ന് കുറെ മുസ്ലിം ചെറുപ്പക്കാര്. ഇന്ന് ഫാൻസിലും രാഷ്ട്രീയമാണ്, ഇന്ന് ഫാൻസിലും വർഗീയതയാണ്. ഹൈന്ദവ നടന്റെ ഫാൻസിന്റെ ബാനർ തൂങ്ങുമ്പോൾ ഇപ്പുറത്ത് മുസൽമാന്റെ ഫാൻസിന്റെ ബാനർ തൂങ്ങുകയാ. അവിടെയും ജിഹാദാണ്, അവിടെയും രാഷ്ട്രീയ ബോധമാണ്, അവിടെയും മതവൈകാരികതയുടെ പേരിലാണ് ഫാൻസ് രൂപീകരിക്കുന്നത്. മോനെ, ആവശ്യമില്ല. ഇസ്ലാം വളരെ സുതാര്യമായ മതം, അവിടുന്ന് സൗകുമാര്യതയുടെ മതം. എല്ലാ ജനവിഭാഗത്തിന്റെയും മനതലങ്ങളെ അടുത്തറിഞ്ഞിട്ട് പരിഹാരത്തിന്റെ പരവതാനി വിരിച്ച ലോകമോചനത്തിന്റെ സമവാക്യമാകുന്ന ഇസ്ലാം. ആ ഇസ്ലാമിന്റെ അനുയായികൾ റസൂലുള്ളാഹിന്റെ പിന്നിലാണ് മോനെ പോകേണ്ടത്. ഒരു നടന് വേണ്ടി കളയാനല്ല ഈ ജീവിതമുള്ളത്, ഒരു അല്ലാഹുവിന്റെ ഹബീബിനെ അറിഞ്ഞ് സ്വർഗം നേടാനാണ്. വിഷയം മാറുന്നില്ല. ബഹുമാനപ്പെട്ട മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇരുന്ന് കരയുകയാണ്. അപ്പോഴാണ് കൂട്ടുകാരിയുടെ ചോദ്യം, അല്ലയോ ഫാത്തിമ, എന്തിനാണ് മോളെ കരയുന്നത്? മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിലുള്ള മയ്യിത്ത് കെട്ടില് ഓപ്പണായ മയ്യിത്ത് കെട്ടിലാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. അതെന്താ മോളെ മയ്യിത്ത് കെട്ടിൽ ഓപ്പണായതിന്റെ പേരിൽ കരയുന്നത്? അപ്പ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, മരിച്ചു കഴിഞ്ഞാൽ ജനാസ പൊതിഞ്ഞിട്ട് കഫൻ പുടവ കെട്ടുന്നത് മുറുക്കിയിട്ടാണ്. അങ്ങനെ മുറുക്കി കഫൻ പുടവ കെട്ടിയാൽ ശരീരത്തിന്റെ വണ്ണവും നീളവും ജനാസ എടുത്തു വെക്കുമ്പോ മറ്റുള്ളവർക്ക് കാണാൻ പറ്റും. ഓപ്പൺ മയ്യിത്ത് കെട്ടിലിൽ അങ്ങനെ ജനാസ കൊണ്ടുപോയാൽ അന്യ പുരുഷന്മാര് എന്റെ ജനാസയുടെ നീളവും വണ്ണവും കണ്ടുപോയാലോ? ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയാണ്. മരണാനന്തരം മൃതശരീരം അഥവാ മയ്യിത്ത് ആ കഫൻ പുടവ പൊതിഞ്ഞതിന് ശേഷം
ശരീരത്തിന്റെ വണ്ണം അന്യപുരുഷന്മാര് കണ്ടാലോ? വിരൂപിയായ പെണ്ണല്ല, വിരൂപയല്ല ഫാത്തിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സൗന്ദര്യത്തിൽ തൊട്ടടുത്ത് നിൽക്കുന്നത് ഫാത്തിമ ബീവിയാണെന്ന് തിരുനബിയുടെ സൗന്ദര്യം വർണ്ണിച്ച രചയിതാക്കളെല്ലാം പറയുന്നുണ്ട്. സുബുലുൽ ഹുദയിൽ യൂസുഫ് സാലിഹയുടെ പരാമർശം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് യൂസുഫ് നബിയേക്കാൾ വലിയ സൗന്ദര്യമുള്ള നേതാവ്. ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതിന്റെ പകുതിയെ യൂസുഫ് നബിക്കുള്ളൂ. അങ്ങനെയുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സൗന്ദര്യത്തിന്റെ നേതാവായ മഹദിയായ ബീവി ഫാത്തിമ പറയുന്നു, എന്റെ ജനാസ പൊതിഞ്ഞിട്ട് കഫൻ പുടവയടക്കം കാണുമ്പോ ശരീരത്തിന്റെ വണ്ണം അന്യപുരുഷന്മാര് കാണുമല്ലോ. ഉടനെ അടുത്തിരുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ മറുപടിയാണ്, ഫാത്തിമ വിഷമിക്കേണ്ടതില്ല. അബസീനിയ എന്ന് പറയുന്ന നാട്ടിൽ മൂടലുള്ള മയ്യത്ത് കട്ടിലുണ്ട്. അതുകൊണ്ട് നീ വഫാത്തായാൽ അതുപോലത്തെ മയ്യത്ത് കട്ടിൽ കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്തോളാം. സമാധാനിച്ചു ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അവസാനം വഫാത്തിന്റെ തലേന്ന് പ്രിയപ്പെട്ട പുതുമണവാളനായി ജീവിതത്തിൽ കടന്നു വന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മടിത്തട്ടിൽ തല വെച്ചിട്ട് മഹദിയായ ആയിഷ ഫാത്തിമ ബീവിയുടെ വർത്തമാനമാണ്, യബ്ന അമ്മി റസൂലുള്ളാഹിന്റെ മൂത്താപ്പയുടെ മകനായ പ്രിയപ്പെട്ട അലിയാര് തങ്ങളെ, എനിക്ക് നിങ്ങളോട് ചില വസിയ്യത്തുകൾ ചെയ്യാനുണ്ട്. എന്താണ് ആ വസിയ്യത്തെന്നല്ലേ? മറ്റൊന്നുമല്ല, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ ജനാസ പൊതിഞ്ഞിട്ട് ഓപ്പൺ മയ്യിത്ത് കട്ടിലിൽ കൊണ്ടുപോകല്ലേ. അബിസീനിയയിലേതുപോലെ അടച്ച മയ്യിത്ത് കട്ടിലല്ലാതെ എന്റെ ജനാസ കൊണ്ടുപോകല്ലേ. എന്നിട്ട് ഫാത്തിമ ബീവി പറയുന്നത് കേട്ടോ, എന്നാലും മയ്യത്തടക്കുന്ന സമയത്ത് പുരുഷന്മാരുണ്ടാകുമല്ലോ. ജനാസ ഖബറിലേക്ക് വെക്കുന്നത് പുരുഷന്മാരാണല്ലോ. ഇനി സ്ത്രീകൾ സംവരണം നേടിയിട്ട് ഇനി മയ്യത്തടക്കാനും പെണ്ണുങ്ങൾ ഇറങ്ങും. കാരണം എന്താ? തിരുവനന്തപുരത്തൊരു പെണ്ണിന്റെ ജനാസ ഖബറടക്കാൻ പോയ സമയത്ത് ഒരു പെണ്ണിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പെണ്ണുങ്ങൾ മയ്യത്ത് നിസ്കാരം നടത്തി പരസ്യമായി. ഒരു സാഹിത്യകാരി മരിച്ചപ്പോ ആരും വലിയ സംഗതിയായൊന്നും കണ്ടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ അതിനു മുമ്പ് എവിടെയും അങ്ങനെ നടന്നിട്ടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും അങ്ങനെ നടന്നിട്ടില്ല. ഒരു പെണ്ണിന്റെ നേതൃത്വത്തിൽ നിരവധി സ്ത്രീകൾ ഒരുമിച്ച് കൂടിയിട്ട് മയ്യത്ത് നിസ്കാരം തലസ്ഥാന നഗരിയിൽ നടന്നു. ഇനി മയ്യത്തെടുക്കാനും ഖബർ കുഴിക്കാനും കൂടെ ബാക്കിയുള്ളൂ. ഇതുപോലെ പെണ്ണുങ്ങൾ പൊതുരംഗത്തേക്ക് കടന്നു വരുമ്പോ ചാനലിലൂടെ കാണുകയും വാർത്തകളിലൂടെ അറിയുകയും ചെയ്തിട്ട് നമുക്ക് പ്രതികരണമില്ല, നമ്മൾ അന്വേഷിക്കുന്നില്ല. എന്റെ വിഷയം ഇപ്പൊ അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഏതായാലും 1400 കൊല്ലത്തെ ഇസ്ലാമിക പാരമ്പര്യത്തെ പാളയത്ത് വെച്ച് പൊളിച്ചടുക്കിയതാണ് ആ മയ്യത്ത് നിസ്കാരമെന്ന് പറയാതിരിക്കാൻ വയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് അത് പഠിപ്പിച്ചിട്ടില്ല.
പിൽക്കാലത്തുള്ള 1400 കൊല്ലത്തെ ഇസ്ലാമിക പാരമ്പര്യത്തിനത് പരിചയമില്ല. പ്രമാണങ്ങളത് സമ്മതിച്ചിട്ടില്ല. ആരു മരിച്ചാലും സാഹിത്യകാരിയാണെങ്കിലും കലാകാരിയാണെങ്കിലും സമുദായത്തിന് അവർ ഇസ്ലാമിലേക്ക് വന്നതിൽ പേരുണ്ടെങ്കിലും ഇസ്ലാമിന്റെ നിയമങ്ങളെ പൊളിച്ചടുക്കിയിട്ടല്ല അവരെ സ്വീകരിക്കേണ്ടത്. ഇസ്ലാമിന്റെ നിയമങ്ങളെ പകർത്തി പഠിപ്പിച്ചിട്ടാണ് ലോകത്തിന് മാതൃക നൽകേണ്ടത്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോള് ആലോചിക്കുകയാണ്, ഇനി മൂടലുള്ള മയ്യത്ത് കട്ടിലിൽ കൊണ്ടുവന്നാലും മയ്യത്തെടുത്ത് ഖബറിലേക്ക് വെക്കുന്നത് പുരുഷന്മാരല്ലേ? അങ്ങനെ വെക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും അന്യ പുരുഷന്മാര് കണ്ടുപോയാലോ? അപ്പോഴാണ് മഹദി അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു, പ്രിയപ്പെട്ട അലിയാര് തങ്ങളെ, ഞാൻ മരിച്ചിട്ട് എന്റെ ജനാസ മൂടലുള്ള മയ്യത്ത് കട്ടിലെ കൊണ്ടുവരാവൂ എന്ന് പറഞ്ഞതിന് മുമ്പേ ഞാൻ രാവിലെയാണ് മരണപ്പെടുന്നതെങ്കിൽ എന്റെ ജനാസ രാത്രിയല്ലാതെ എടുക്കല്ലേ, എന്റെ ജനാസ രാത്രിയല്ലാതെ എടുക്കല്ലേ. വസിയ്യത്ത് ചെയ്യുകയാണ് മഹദിയായ ഫാത്തിമ ബീവി. നിങ്ങൾ അറിയുമോ, ഇന്ന് ഈ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്റെ നാട്ടിലും പല നാടുകളിലും അന്യ പുരുഷന്മാരുടെ മയ്യത്ത് കാണാൻ സ്ത്രീകളും അന്യ സ്ത്രീകളുടെ മയ്യത്ത് കാണാൻ പുരുഷന്മാരും പോകുന്ന കാലമാണ്. ഇസ്ലാമിക കാഴ്ചപ്പാടില്ലത് നിഷിദ്ധമാണ്, കുറ്റകരമാണ്, ഹറാമാണ്. മയ്യത്ത് പൊതുദർശനത്തിന് വെക്കുക ഹറാമാണ്. അന്യപുരുഷന്മാര് വന്ന് അന്യ സ്ത്രീകളുടെ ജനാസ കാണുക. എവിടെയെങ്കിലും വല്ല ആക്സിഡന്റും നടന്നുപോയാ പിന്നെ അങ്ങോട്ട് ആംബുലൻസ് എത്താൻ പോലും പറ്റൂല. അവിടെ സ്ത്രീകളും പുരുഷന്മാരും തല്ലും പിടിയും ബഹളവും ഈ മയ്യത്ത് കാണാൻ. മോളെ, നീ ഏതു മതത്തിന്റെ അനുയായിയാ? ഏതു മതത്തിന്റെയും ഏത് ആദർശത്തിന്റെയും അനുയായിയാ? അന്യ പുരുഷന്മാരുടെ ജനാസ കാണാൻ സ്ത്രീക്ക് അവകാശമില്ല. അന്യ സ്ത്രീയുടെ ജനാസ കാണാൻ പുരുഷനും അവകാശമില്ല. ഇന്ന് പൊതുദർശന സമ്പ്രദായത്തിൽ ഇതെല്ലാം കാറ്റിൽ പറത്തപ്പെടുകയാണ്. പാടില്ലെന്ന വിവരം ആധികാരികമായി ഓർമ്മപ്പെടുത്തിയിട്ട് അതാ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ വസിയ്യത്ത് ചെയ്തു. ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് രാവിലെയാണ്. മദീനയിൽ മുഴുവനും അതാ പ്രചാരമായി റസൂലുള്ളാഹിന്റെ പൊന്നുമോള് വഫാത്തായി പോയി എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ദുഃഖം അവിടുന്ന് ഒതുങ്ങുന്നതിന് മുമ്പാണ് മദീനയുടെ മനസ്സിലേക്ക് പൊന്നുമോളുടെ വിയോഗത്തിന്റെ വാർത്ത ഒരു വിള്ളല് പോലെ വന്നു വീഴുന്നത്. മദീനയിലുള്ള എല്ലാ ആളുകളും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ ഒരുമിച്ചുകൂടി. ഫാത്തിമ ബീവിയുടെ ജനാസ കാണാൻ എല്ലാ പുരുഷന്മാര് വന്നത്. ജനാസ കൊണ്ടുപോയി ഖബറടക്കുക, മയ്യത്ത് നിസ്കരിക്കുക എന്നീ ആവശ്യങ്ങൾക്കാണ്. അലി റളിയല്ലാഹു അൻഹു വാതിൽക്കൽ ഇറങ്ങി നിന്നിട്ട് പറഞ്ഞു, ഹാദിഹി വസിയ്യത്തു ബിൻതി റസൂലില്ലാഹി, ഇത് റസൂലുള്ളാഹിന്റെ പൊന്നുമോളുടെ വസിയ്യത്താണ്. രാത്രിയെ ജനാസ എടുക്കൂ, നിങ്ങൾ പിരിഞ്ഞു പോയിക്കോ. മദീനയിലുള്ള പുരുഷന്മാര് മുഴുവനും അവിടുന്ന് പിരിഞ്ഞുപോയി.
എന്തേ വൈകുന്നേരമേ ജനാസ എടുക്കുകയുള്ളൂ? അങ്ങനെ ജനാസ കൊണ്ടുവന്ന് പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഇൽ മദീനത്തെ ഖബർസ്ഥാനിലേക്ക് വെക്കുന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, പെങ്ങന്മാരെ, ഒരു കാര്യമൊന്ന് ചോദിച്ചോട്ടെ. മരിച്ചിട്ട് ജനാസ പൊതിയുമ്പോ ശരീരത്തിന്റെ വണ്ണവും തിണ്ണവും അന്യപുരുഷന്മാര് കാണുമോ എന്ന പേടിയിലാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു പോയതെങ്കിൽ ജീവിച്ചിരിക്കുന്ന നിന്റെ പച്ചയായ ശരീരം നിന്റെ പർദയുടെയും പുതിയ ഡ്രസ്സുകളുടെയും ഇടയിലൂടെയോ ഉള്ളിലൂടെയോ അതിന്റെ ഘടനയിലൂടെയോ നീ പ്രദർശിപ്പിക്കുന്നുണ്ടോ? നിനക്ക് ഫാത്തിമ ബീവി പോയ സ്വർഗം വേണ്ടേ മോളെ? തൊട്ടടുത്തുള്ള പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് നിന്റെ ജനാസ കൊണ്ടുവെക്കുമ്പോൾ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടണ്ടേ മോളെ? എപ്പോഴാ മരിക്കുക എന്ന് നിനക്ക് തീർച്ചയില്ല, എനിക്ക് നിശ്ചയമില്ല. അതാ നിങ്ങൾ നോക്കൂ, 2 മാസം മുമ്പ് ആക്സിഡന്റ് പറ്റിയിട്ട് ഇതുവരെയും ബോധം തെളിയാതെ കിടക്കുന്ന ഒരു സഹോദരിയെ എനിക്കറിയാം. വർഷങ്ങളായി ആക്സിഡന്റ് പറ്റിയിട്ട് അരയ്ക്കു താഴോട്ട് മുഴുവനും തളർന്നു കിടക്കുന്ന ഒരു സഹോദരിയെ എനിക്കറിയാം. അവരെല്ലാം നിന്നെപ്പോലെ, നിങ്ങളെപ്പോലെ മോഹനിർമ്മിതമായ ജീവിതത്തിന്റെ ഇടവഴികളിൽ ആസ്വദിക്കാൻ ആഗ്രഹിച്ചവരാണ്. പക്ഷേ വിധിയുടെ വൈപരീത്യം കൊണ്ട് അപകടത്തിന്റെ തീച്ചോളയിലേക്ക് പോയി പരീക്ഷണത്തിന്റെ ദിനരാത്രങ്ങളെ എണ്ണുകയാണ്. അതുകൊണ്ട് പൊന്നു പെങ്ങളെ, ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കണം. അവൻ വിലക്കിയ കാര്യങ്ങളെ അവിടുന്ന് വിലക്കാൻ പഠിക്കണം. അവൻ അനുവദിച്ച കാര്യങ്ങളെ അനുവദിക്കാൻ തയ്യാറാകണം. അവൻ കൽപ്പിച്ച കാര്യങ്ങളെ സ്വീകരിക്കാൻ പഠിക്കണം. അപ്പോഴേ ഈമാനാകൂ. അല്ലാതെ ആഹ്ലാദത്തിന്റെ തേരിലേറുമ്പോ അല്ലാഹുവിനെ മറക്കാനോ പരീക്ഷണത്തിന്റെ നടുവിലെത്തുമ്പോ ആത്മഹത്യ ചെയ്യാനോ ഉള്ള മതമല്ല. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് വന്നിട്ട് പറയുന്നു, ഔസിനി യാ സാഹിബ റസൂലില്ലാഹ്. അല്ലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഞങ്ങളോടൊന്ന് വസിയ്യത്ത് ചെയ്യണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വസിയ്യത്ത് എന്താണെന്നറിയുമോ? ഇന്നല്ലാഹ ഫാത്തിഹുൻ അലൈക്കുമുദ് ദുനിയാ ഫലാ തഅഖുദന്ന മിൻഹാ ഇല്ലൽ ബലാഗ്. ദുനിയാവ് അല്ലാഹു തആല തുറന്നു തന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അതിൽ നിങ്ങൾ ആവശ്യമുള്ളതല്ലാതെ എടുക്കാൻ പാടില്ല. അല്ലാഹു അനുവദിച്ചത് മാത്രം സ്വീകരിച്ച് ജീവിക്കാൻ കഴിയണം. അരുതായ്മയിലേക്ക് പോയിക്കൂടാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഇന്ന് തെറ്റുകൾ ഇങ്ങോട്ട് വരുന്ന കാലമാണ്. തെറ്റിന് വേണ്ടി അങ്ങോട്ട് പോകേണ്ട കാലമല്ല. പണ്ട് കള്ളു കുടിക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ്. പണ്ട് സിനിമ കാണണമെങ്കിൽ എത്ര പ്രയാസമാണ്. സിനിമ ടാക്കീസിൽ പോകണം, അതിന് ക്യാഷ് ഉമ്മാന്റെ പാട്ടയിൽ നിന്ന് മോഷ്ടിച്ചെടുക്കണം. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചേ സിനിമ കാണാൻ പറ്റൂ. എന്നാൽ ഇന്നങ്ങനെയല്ല. കൈവെള്ളയിലേക്ക് സിനിമ വരുന്ന കാലമാണ്. അവിടെയാണ് മോനെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നത്. നിന്റെ കൈവെള്ളയിലേക്ക് സിനിമ എത്തിയിട്ട് നീ കാണാതെ ജീവിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അതാണ് ഈമാൻ.
അതുപോലെ നിന്നെ വിളിക്കപ്പെടുന്ന സദ്യയിലേക്ക് ചെല്ലുമ്പോ അവിടെ മദ്യം വിളമ്പപ്പെടുന്നുണ്ട്. ആ മദ്യം എടുക്കാതിരിക്കുമ്പോഴാ മോനെ ഈമാൻ. ഞാനും നിങ്ങളുമൊക്കെ വിദേശത്ത് പോകുമ്പോൾ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് എയർ ഹോസ്റ്റസ് വന്നിട്ട് മദ്യത്തിന്റെ പേരുകൾ പറഞ്ഞ് ഏതാ വേണ്ടതെന്ന് ചോദിക്കും. വിസ്കി വേണോ, ബ്രാൻഡി വേണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ ചോദിക്കുമ്പോ ഒന്ന് നോക്കി ഇപ്പുറത്താരെങ്കിലും ഉണ്ടോ ചേലേമ്പ്രക്കാര്, അപ്പുറത്താരെങ്കിലും ഉണ്ടോ കടലുണ്ടിക്കാര്, ഇപ്പുറത്താരെങ്കിലും ഉണ്ടോ രാമനാട്ടുകരക്കാര്? ഇല്ല, ഇത് ബ്രിട്ടീഷ് എയർവേസ് ആണ്. ഇതിൽ ഉള്ള ആരെയും എനിക്ക് പരിചയമില്ല. അതുകൊണ്ട് ഒരു പെഗ് അടിച്ചേക്കാം എന്നല്ല, ഇന്നി അഖാഫുല്ലാഹ്, ഇതെനിക്ക് പറ്റിയതല്ല. ആദരപൂർവം സുന്ദരിയായ പെണ്ണുകൊണ്ടുവന്ന ജഹന്നത്തിലെ പാനീയമായ കള്ളു തരുമ്പോ അത് വേണ്ടാന്ന് പറയാനുള്ള ഈമാനാ മോനെ വളർത്തിയെടുക്കേണ്ടത്. ഇന്ന് നമ്മുടെ മക്കള് ഹയർ സെക്കൻഡറി പഠിക്കാൻ പോകുമ്പോ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളോട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാത്ത എത്ര ആൺകുട്ടികളുണ്ടെന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. ഇന്ന് അതൊക്കെ ഓപ്പണാ മുസ്ലിയാരെ. ഇത് ഇന്റർനെറ്റിന്റെയും ഇൻട്രാനെറ്റിന്റെയും പോസ്റ്റ് മോഡേണിസത്തിന്റെയും മോസ്റ്റ് മോഡേണിസത്തിന്റെയും ലോകം. ഇത് 3rd ജനറേഷനല്ല 4th ജനറേഷന്റെ കാലമാണ്. എന്നൊന്നും പറഞ്ഞാൽ ഇവിടെ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ആ ഖൽബിന്റെ ഉള്ളിൽ പടച്ചവനെ കുറിച്ചുള്ള വിചാരത്തിനല്ലാതെ മാറ്റമുണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് പണത്തിന്റെ പളപളപ്പിലോ പത്രാസിന്റെ പ്രൗഢിയിലോ സാമ്പത്തിക പിന്തുണയുടെ പേരിലോ പടച്ചവനെ മറന്നുകൂടാ. മറിച്ച് നമ്മൾ ശുക്റുള്ളവരാകണം, നന്ദിയുള്ളവരാകണം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകുപ്പില്ലാത്തവർക്ക് അല്ലാഹു തആല വാരിക്കൊടുത്തിരിക്കുന്നു, കോരി നൽകിയിരിക്കുന്നു. മോനെ, നീ നന്ദിയുള്ളവനാകണം. നീ ഇവിടെ പുതിയ വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോ അതാ എന്റെ വാപ്പാന്റെ വാപ്പ പള്ളിയിലെ ഖബർസ്ഥാനിൽ കിടക്കുന്നു, ഇങ്ങനെ ഒരു വണ്ടി കണ്ടിട്ട് പോലും ഇല്ല. അവിടുന്ന് നടന്നു നീങ്ങിയ വഴികളാണിതെല്ലാം. യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ വാഹനം കയറുക എന്നത് 2 തലമുറയുടെ മുമ്പിൽ പരിചയമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ നിനക്ക് അല്പമൊന്ന് ടൗണിലേക്ക് നടക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. വാഹനത്തെ ആസ്വദിക്കുകയാണ് നമ്മൾ. അപ്പൊ നീ നന്ദിയുള്ളവനായി മാറണം. ഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ഇന്ന് ജനങ്ങളെല്ലാം വലിയ സൗകര്യത്തിലും സമ്പത്തിലും ജീവിക്കുന്നത് കൊണ്ടാണ് എവിടെയെങ്കിലും ഒരു കുറവ് വന്നാൽ അപ്പ ജനങ്ങൾ ആലോചിക്കും ആത്മഹത്യ ചെയ്യാൻ. മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നു. ഇന്നിപ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലും അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. ന്യൂസുകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തുകൊണ്ട്? ആനുകൂല്യത്തിന്റെ പരവതാനിയിൽ ജീവിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു കുറവ് വന്നാൽ ഇവിടങ്ങ് ജീവിതം അവസാനിപ്പിച്ചേക്കാം. എത്ര ഭർത്താക്കന്മാരെയാണ് ഭാര്യമാര് ഇപ്പം ഞാൻ തൂങ്ങിച്ചത്ത് കളയുമെന്ന് പേടിപ്പിക്കുന്നത്? എത്ര ഭാര്യമാരാണ് ബ്ലേഡ് എടുത്ത് വെച്ചിട്ട് ഭർത്താക്കന്മാരെ ഞെട്ടിപ്പിക്കുന്നത്? എത്ര ഭാര്യമാരാണ് ഗുളികയെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഭർത്താവിനെ പരത്തുന്നത്? എത്ര മരുമക്കളാണ് അമ്മായിയമ്മമാരോട് ആത്മഹത്യയുടെ ഭീഷണി മുഴക്കുന്നത്? അങ്ങനെ പറഞ്ഞാൽ അവസാനിക്കില്ല. ഇതുപോലെ ജീവിതത്തിന്റെ ഞാണിനെ കുറിച്ച് വിവരമില്ലാതെ മുന്നോട്ട് പോകുന്ന പുതിയ തലമുറയോട് പറയട്ടെ, നിങ്ങൾക്കറിയുമോ അബൂ ഖലാബത്തുൽ ജുറുമി?
അയ്യൂബ് ഹദിൽ ഉമ്മ. അബൂ ഖലാബത്ത് റളിയല്ലാഹു അൻഹു ആരാണ്? കാലിന് സ്വാധീനമില്ല, കൈക്ക് സ്വാധീനമില്ല, അവിടുന്നതാ അവയവങ്ങൾക്കൊന്നും സ്വാധീനമില്ല. സംസാരിക്കാനുള്ള നാവുണ്ട്, കേൾക്കാനുള്ള ചെവിയുണ്ട്, മങ്ങി മാത്രം കാണുന്ന കണ്ണുണ്ട്. ശരീരത്തിനൊന്നും അതാ വ്യക്തമായി കാണാൻ പോലും കഴിയാത്ത അന്ധതയോടടുത്ത മനുഷ്യൻ. അല്പമൊന്ന് കേൾക്കാം, അതോടൊപ്പം സംസാരിക്കാനുള്ള കഴിവ് മാത്രമേ കയ്യിലുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാത്രികനായ ഹുമൈദ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, ഇതാരാണ് അല്ലാഹുവേ നിനക്ക് നന്ദിയുണ്ട്. ഹുമൈദ് റളിയല്ലാഹു അൻഹു നടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യുകയാണ്, നന്ദി അറിയിക്കുകയാണ്. അപ്പൊ ആഗതനായ മഹാന്റെ ചോദ്യമാണ്, അല്ലയോ അബൂ ഖലാബ, നിങ്ങളുടെ കാലിന് സ്വാധീനമില്ല, കണ്ണിന് വേണ്ടതുപോലെ കാഴ്ചയില്ല, നിങ്ങളെ ശരീരത്തിൽ എത്രയോ ഭാഗവും ഉപയോഗശൂന്യമാണ്, എന്നിട്ടും നിങ്ങൾ അല്ലാഹുവിനെ ആരാധിച്ചിട്ട് അവന് നന്ദി പറയാനുള്ള കാരണമെന്താണ്? അപ്പോഴാണ് മഹാനവറുകൾ പറയുകയാ, അല്ലാഹു തആല അവന്റെ ആകാശത്തെ എന്റെ മേലെ അങ്ങ് വീഴ്ത്തിയാൽ അതിൽ പപ്പടം പോലെ പൊടിയല്ലാതെ എനിക്ക് തടുത്തു നിർത്താൻ കഴിയുമോ? കഴിയില്ല. അവന്റെ കടലിന്റെ അലമാലകൾ വന്നെന്നെ ഒപ്പിയെടുത്തുകൊണ്ട് പോയാൽ അതിനെ തടുക്കാൻ എനിക്ക് കഴിയുമോ? കഴിയില്ല. മാമലകൾ ഇളകി വന്നിട്ട് എന്നെ പറിച്ചുകൊണ്ട് പോയാൽ എനിക്ക് തടുക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അല്ലാഹു തആല എനിക്ക് സംസാരിക്കാനുള്ള ഒരു നാവും അവനെ ഓർക്കാനുള്ള ഒരു മനസ്സും തന്നല്ലോ. അതിന് ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ഈ സംഭവത്തിൽ ഒരുപാട് പാഠമുണ്ട് സഹോദരങ്ങളെ. ചെറിയ ഒരു വിപത്ത് വരുമ്പോഴേക്ക് എല്ലാം മറന്ന് പടച്ചവനെ മറക്കുകയല്ല, അവൻ ചെയ്ത അനുഗ്രഹങ്ങളെ എണ്ണി നോക്കണം, ആലോചിച്ചു നോക്കണം. നിങ്ങൾക്ക് അറ്റമില്ലാത്ത അനുഗ്രഹം നൽകിയവനാണവൻ. ഭർത്താവ് പിണങ്ങിയൊരു വർത്തമാനം പറയുമ്പോഴേക്ക് നല്ല വീടും നല്ല മക്കളെയും നല്ല ചുറ്റുപാടും നല്ല സമ്പത്തും എല്ലാമുള്ള പെണ്ണ് ആത്മഹത്യക്കൊരുങ്ങുന്നു. നീ എത്ര നന്ദി കെട്ടവളാണ് പെണ്ണെ. ഇതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മുഴുവനും കവാടങ്ങളെ കൊട്ടിയടച്ചിട്ട് ഏതെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോൾ അതിനെ അതിജയിക്കാൻ പറ്റാത്ത ഈമാനികമായ ദൗർബല്യത്തിലേക്ക് പുതിയ സമൂഹം പോവുകയാ. ഇവിടെയാണ് പഠിക്കേണ്ടത്, ആദർശത്തിന്റെ ബോധത്തിൽ നിന്ന് വളരേണ്ടത്. ഈ പ്രപഞ്ചത്തെ മുഴുവനും അടക്കി ഭരിക്കുന്ന സർവാധികാരിയായ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിഷേധിക്കാൻ പറ്റൂല. നമ്മൾ മുഴുവനും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കവാടത്തിലാണ്. അതിലൂടെയാണ് നമ്മുടെ ജീവിതമെന്ന് മനസ്സിലാക്കണം. അവസാനം ഹുമൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ്, അല്ല സഹോദരാ, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? ഖിദ്മത്ത് ചെയ്യാൻ ആരുമില്ലേ? അപ്പോഴാണ് പറയുന്നത്, എനിക്കൊരു മകനുണ്ടായിരുന്നു. ആ മകൻ എനിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുമായിരുന്നു. 3
3 ദിവസം കൊണ്ട് അവനെയും കാണാനില്ല. ഉടനെ മഹാനായ ഹുമൈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇദ്ദേഹത്തിന്റെ മകൻ എവിടെയെങ്കിലും പരിസരത്തുണ്ടോന്നറിയാനാണ് ഈ ഇറങ്ങി നടന്ന് മുന്നോട്ട് പോയി. പലയിടത്തും പരിശോധിച്ചു, കണ്ടില്ല. അവസാനം കൊച്ചൊരു മണൽക്കൂനയിൽ കിടക്കുന്നു. പിടിമൃഗങ്ങൾ ആക്രമിച്ചിട്ട് കൊല ചെയ്യപ്പെട്ട നിലക്ക് അതാ മരണപ്പെട്ട് കിടക്കുന്ന മകനെ കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനവറുകൾ അബൂ ഖലാബത്തുൽ ജുറുമി റഹിമഹുല്ലാന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, അല്ലയോ അബൂ ഖലാബ, നിങ്ങളാണോ മഹോന്നതൻ, അല്ല അയ്യൂബ് നബിയാണോ? മഹാനവറുകൾ പറഞ്ഞു, അയ്യൂബ് അലൈഹിസ്സലാം നിരവധി പരീക്ഷണങ്ങളെ അതിജീവിച്ച് ക്ഷമിച്ചു ജീവിച്ച മഹാനാണ്. ഞാൻ അങ്ങനെയൊന്നും ക്ഷമയുള്ള ഈമാനുള്ള ആളല്ല. അയ്യൂബ് നബി നബിയല്ലേ, വലിയ മഹാനല്ലേ. അപ്പോഴാണ് ഹുമൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളുടെ മകനെ അന്വേഷിച്ച് ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ അതാ അപ്പുറത്തൊരു ചെറിയ മൺകൂനയുടെ ചാരേ പിടിമൃഗങ്ങൾ ആക്രമിച്ചിട്ട് വധിക്കപ്പെട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഉടനെ ബഹുമാനപ്പെട്ട അബൂ ഖലാബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടോ, അൽഹംദുലില്ലാഹില്ലദീ യഹ്ദാനി വലദൻ സാലിഹൻ ലം യഅസില്ലാഹ്. എന്റെ മകൻ അല്ലാഹുവിന് വിരുദ്ധമായി ഒന്നും ചെയ്തതായി എനിക്കറിവില്ല. അവൻ പിടിമൃഗങ്ങളാൽ മരിച്ചുപോയതല്ലേ, പരാതിയില്ല. എന്റെ മകനെങ്ങാനും വ്യഭിചരിച്ചു എന്നുള്ള വാർത്തയാണ് കേൾക്കേണ്ടി വന്നതെങ്കിലോ, എന്റെ മകനെങ്ങാനും വഴിപഴച്ചു എന്നുള്ള വാർത്തയാണ് കേൾക്കേണ്ടി വന്നതെങ്കിലോ, എന്റെ മകനെങ്ങാനും കള്ളുകുടിച്ചു എന്നുള്ള വാർത്തയാണ് കേൾക്കേണ്ടി വന്നതെങ്കിലോ, അതൊന്നും കേൾപ്പിക്കാതെയുള്ള മകനെ തന്നെ അല്ലാഹ് നിനക്കാണ് സ്തുതി. മകൻ മരണപ്പെട്ടു എന്ന് വാർത്ത അറിയുന്ന സമയത്ത് വാപ്പാന്റെ പ്രതികരണമാണ് കേട്ടോ. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉടനെ അവിടുന്ന് ഒരു വലിയ ആത്മഗതത്തിൽ നിന്ന് ദുഃഖം ഉയർന്നു. ബോധരഹിതനായി വീണ് വഫാത്തായി പോയി. ഹുമൈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അടുത്തില്ലായിരുന്നെങ്കിൽ ഈ മഹാനെയും വല്ല പിടിമൃഗങ്ങളും പിടിച്ചുകൊണ്ടുപോയേനെ. കാരണം ആരെയും കാണാനോ വിളിക്കാനോ അടുത്താരുമില്ലാതെ ഏകാന്തമായി കഴിയുന്ന മനുഷ്യൻ. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അയ്യൂബ് ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ അയ്യൂബ് നബിയാണ്. ഇതുപോലെ പരീക്ഷണങ്ങളെ അതിജയിക്കണമെങ്കിൽ ഈമാൻ വേണം. അനുഗ്രഹത്തിൽ മതിമറക്കാതിരിക്കണമെങ്കിൽ ഈമാൻ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കയ്യിലേക്ക് ഈമാൻ തരാൻ എത്ര കഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയുമോ സഹോദരാ? ഇത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശാലമായ വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ അല്പസമയം നമുക്ക് പറയാം.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര അധ്വാനിച്ചിട്ടാ നമ്മുടെ കയ്യിലേക്ക് മതം തന്നത്. മോനെ, എന്റെയും നിങ്ങളുടെയും ഈ ജീവിതം റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. മൊബൈൽ കമ്പനികൾ ഈസി ടോക്ക് ടൈം നൽകിയപ്പോ നീ വിളിച്ചു തീർക്കാൻ തുടങ്ങിയല്ലേ മോനെ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. മോനെ, നിന്റെ കണ്ണ് റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. നീ അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുകയോ അവരുടെ ചിത്രം കണ്ട് ആസ്വദിക്കുകയോ നിന്റെ മൊബൈലിന്റെ ചിപ്പ് കണ്ടിട്ട് രസിക്കുകയോ ചെയ്താൽ, മോനെ, നിന്റെ കാതിലേക്ക് പെൺമണികളുടെ ശബ്ദമല്ലേ കടന്നു വരുന്നത്. പലപ്പോഴും നീ ആസ്വദിക്കുന്നത്. നിന്റെ കാത് റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും മോനെ. നിന്റെ കണ്ണിന് കണക്ക് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിന്റെ ഓരോന്നും നീ രേഖപ്പെടുത്തപ്പെടണം. അല്ലാഹുവിന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടതാണ്. ഈ മൈക്ക് എത്ര മണിക്കൂർ ഉപയോഗിച്ചു എന്ന് കണ്ടുപിടിക്കാൻ സംവിധാനമുണ്ട്. ഈ മൈക്രോഫോൺ എത്ര മണിക്കൂർ പ്രവർത്തിച്ചു എന്ന് കണ്ടുപിടിക്കാൻ സംവിധാനമുണ്ട്. ഈ ക്യാമറ എത്ര മണിക്കൂർ ഉപയോഗിച്ചു എന്ന് കണ്ടുപിടിക്കാൻ സംവിധാനമുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകൾ എത്ര മണിക്കൂർ ഉപയോഗപ്പെടുത്തി എന്ന് കണ്ടുപിടിക്കാൻ സംവിധാനമുണ്ട്. അതുപോലെ എന്റെയും നിങ്ങളുടെയും കണ്ണും കാതും കൽബും ഇരിപ്പും നടപ്പും ചലനവും ഓരോന്നിനെക്കുറിച്ചും ആക്യുറേറ്റായ കണക്കുകൾ അല്ലാഹുവിന്റെ കോടതിയിലുണ്ട്. അതിൽ എത്ര നെഗറ്റീവ് യൂസേജ് ഉണ്ട്, അതിൽ എത്ര മിസ് കോൾ ഉണ്ട്, അതിൽ എത്ര ഡയൽഡ് കോൾ ഉണ്ട്, അതിൽ എത്ര റിസീവ്ഡ് കോൾ ഉണ്ട്. നിന്റെ മൊബൈലും എടുത്തു നോക്കുമോനെ. മിസ് കോളിന്റെ എണ്ണമുണ്ട്, റിസീവ്ഡ് കോളിന്റെ എണ്ണമുണ്ട്, ടോട്ടൽ ടോക്ക് ടൈം ഉണ്ട്, കോൾ ഡ്യൂറേഷൻ ഉണ്ട്. ഒരു മൊബൈൽ കമ്പനിക്കാരൻ അവന്റെ മൊബൈൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇതെല്ലാം അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിൽ വല്ലാഹു അസീസുൻ ഹകീം. അവന്റെ അടിമയുടെ കൈ എത്ര തവണ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എത്ര മിസ് കോൾ ഉണ്ട്, അത് അല്ലാഹുവിന്റെ കോടതിയിലില്ലേ. فَتُكَلِّمُنَا أَيْدِيهِمْ وَتَشْهَدُ أَرْجُلُهُمْ بِمَا كَانُوا يَكْسِبُونَ. അവരുടെ കൈ സംസാരിക്കും എത്ര തവണയാണ് ഇത് ഉയർത്തിയതെന്ന്, അതിലെത്ര തവണയാണ് തെറ്റ് ചെയ്യാൻ ഉയർത്തിയതെന്ന്, അതിലെത്ര തവണയാണ് അന്യനെ ആക്രമിക്കാൻ ഉയർത്തിയതെന്ന്, അതിലെത്ര തവണയാണ് പടച്ചവനെ നമിക്കാൻ ഉയർത്തിയതെന്ന്. അതെല്ലാം റബ്ബിന്റെ കോടതിയിൽ നിന്റെ അവയവ സ്കാനിങ് നടത്തുമ്പോൾ അത് സംസാരിക്കും മോനെ. ഇന്ന് ആധുനിക സംവിധാനങ്ങൾ, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ എണ്ണ തീർന്നു എന്ന മെസ്സേജ് വാഹനം സംസാരിക്കും. എണ്ണ കുറവാണ്, പെട്ടെന്ന് എണ്ണ അടിച്ചോളൂ എന്ന് സംസാരിക്കുന്ന കാറുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഇത്രയും വേഗതയിലാണ് നിന്റെ വാഹനം പോകുന്നത് എന്ന് ഓട്ടോമാറ്റിക്കായി സംസാരിക്കുന്ന വാഹനം. 120-ലാണ് എന്ന് നിന്നോട് വിളിച്ചു പറയുന്ന വാഹനം. ഇങ്ങനെ പുതിയ പുതിയ സംവിധാനങ്ങളെല്ലാം നിന്റെ ജീവിതത്തിലേക്ക് പുതിയ ചിന്തകളല്ല തരേണ്ടത്, പടച്ചവനെ കുറിച്ചുള്ള വിചാരമാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സമീപകാലത്ത് നടന്ന പല ഒളിക്യാമറകൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അത് ചിരിക്കാൻ മാത്രമുള്ളതല്ല, അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ നിരീക്ഷിക്കപ്പെടുന്നു എന്ന് ചിന്തിക്കാനുള്ളതാണ്. പടച്ചവന്റെ ഒളിക്യാമറകളല്ല, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളായി നമ്മളെ മുഴുവനും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഏത് മരുഭൂമിയിൽ പോയാലും, ഏത് കടലിന്റെ അടിയിൽ പോയാലും, മൊബൈൽ ടവറുകളെ ആസ്വദിച്ചുകൊണ്ട് കുറ്റവാളിയെ കണ്ടെത്തുന്ന പുതിയ ടെക്നോളജി,
ഇതിന്റെ നടുവിൽ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയായ മനുഷ്യനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ എവിടെയും പോയി രക്ഷപ്പെടാനില്ല. പാസ്പോർട്ട് എടുത്ത് വിസ അടിച്ചിട്ട് പോകാനില്ല. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ, സർവലോക പരിപാലകനായ റബ്ബിന്റെ ദൃഷ്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിന്റെ യുവത്വം കളിക്കാനും തിളയ്ക്കാനുമുള്ളതല്ല, അത് പടച്ചവന് ആരാധിക്കാനുള്ളതാണ്. പൊന്നു പെങ്ങളെ, നിന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനുള്ളതല്ല, അന്യന്റെ മുമ്പിൽ വലിച്ചിടാനുള്ളതല്ല, അല്ല പറഞ്ഞതുപോലെ മാത്രം ജീവിക്കാനുള്ളതാണ്. ഇവിടെ സംവരണത്തിന്റെയും മറ്റും വർത്തമാനം വരുമ്പോ നമുക്കൊരു പേടിയില്ല. കാരണം പടച്ചവന്റെ ദീനിന്റെ നിയമം എവിടെ പൊളിച്ചിട്ടുണ്ടോ അവിടെ മുഴുവനും അപകടം വന്നിട്ടേ ഉള്ളൂ. പെണ്ണ് തെരുവിലിറങ്ങിയപ്പോ കേരളത്തിൽ എന്ത് കിട്ടി? വേശ്യാലയങ്ങളുടെ എണ്ണം കൂടി, പിടിച്ചുപറിയുടെ എണ്ണം കൂടി, വ്യഭിചാരത്തിന്റെ എണ്ണം കൂടി, തോന്നിവാസത്തിന്റെ എണ്ണം കൂടി, എയ്ഡ്സ് രോഗികളുടെ എണ്ണം കൂടി, ഗൊണോറിയക്കാരുടെ എണ്ണം കൂടി, സിഫിലിസുകാരുടെ എണ്ണം കൂടി, വൃത്തികെട്ട രോഗങ്ങളുടെയും രോഗികളുടെയും എണ്ണം കൂടിയെന്നല്ലാതെ സാംസ്കാരിക കേരളത്തിന് എന്താ കിട്ടിയത്? പഠിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. അതുകൊണ്ട് ഇസ്ലാം തടഞ്ഞു വെച്ച വേലികൾ പൊളിക്കപ്പെട്ടെടുത്ത മുഴുവനും ധാർമ്മികതയുടെ കവാടങ്ങൾ വലിച്ചു തുറക്കപ്പെടുകയും അരക്ഷിതാവസ്ഥകൾ കടന്നു പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ നിയമത്തെ പാലിച്ചു ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കയ്യിലേക്ക് ഇസ്ലാമിനെ തരാൻ എത്ര അധ്വാനിച്ചെന്നറിയുമോ മോനെ? ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇമാം കല്യൂബി രേഖപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അതാ ഇറങ്ങുന്നു. പൊന്നുമോള് ഫാത്തിമാന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, വാപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി, സഹിക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട മക്കള് ഹസനൈനിയാണെങ്കിൽ വിശന്ന് വലഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഉപ്പാ വലിയ വിഷമത്തിലാണ്. അപ്പോഴാണ് കാരുണ്യത്തിന്റെ കേദാരമായ വാത്സല്യത്തിന്റെ വിഹായുസായ ഔദാര്യത്തിന്റെ ആരാമമായ ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പൊന്നുമോളെ, മോള് ഭക്ഷണം കഴിച്ച് 2 ദിവസമേ ആയെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി മോളെ. പക്ഷേ ഹസനൈനി എന്ന പേരക്കുട്ടികൾക്ക് വിശക്കുന്നത് നബിക്ക് സഹിച്ചില്ല. അവിടെ ഇറങ്ങിയിട്ട് മദീനത്തെ ഒരു തോട്ടത്തിലേക്ക് നടക്കുന്നു. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലുമ്പോ ഒരു അഅറാബി നിന്നിട്ട് വെള്ളം കോരുകയാണ്. ആ അഅറാബിയോട് ചോദിക്കുന്നു, വെള്ളം കോരാൻ ആളെ വേണോ? കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് തോട്ടം നനയ്ക്കാൻ കൂലിക്കാരന് വേണോ?
അതേ ഒരു ബക്കറ്റ് വെള്ളം മുക്കി ഒഴിക്കുന്നതിന് 3 കാരക്ക കൂലി എന്ന നിലക്ക് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേല ചെയ്യുന്നു. അതാ ബക്കറ്റെടുത്ത് വെള്ളം മുക്കിയിട്ട് കാരക്കയുടെ മരം നനയ്ക്കുകയാണ്. ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഫദനൗത ഔ അദ്നാ വനിൽത അമീമാ صلى عليك مسلما تسليما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോട്ടം നനയ്ക്കുന്നു. 3 ബക്കറ്റ് വെള്ളം കോരിയപ്പോഴേക്ക് കയറ് പൊട്ടിയിട്ട് ബക്കറ്റ് അങ്ങ് കിണറ്റിൽ വീണുപോയി. അറാബിക്കറിയുമോ ഇത് നബിയാണെന്ന്? അറിയില്ല. ഇസ്ലാമിലേക്ക് വന്നയാളാണോ? അല്ല. അയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്തൊരൊറ്റ അടിയങ്ങ് വെച്ചു കൊടുക്കുന്നു. ഫലതമ വജ്ഹഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂലുള്ളാഹിന്റെ മുഖത്ത് അടി കൊടുക്കുമ്പോ ഹബീബ് പ്രതികരിച്ചില്ല. മെല്ലെ അതുവരെ കോരിയ 3 ബക്കറ്റ് വെള്ളത്തിന്റെ കൂലി 9 കാരക്കയും വാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഷ്ടപ്പെട്ട് ബക്കറ്റെടുത്ത് കരയിൽ വെച്ചു കൊടുത്തിട്ട് 9 കാരക്കയും കൊണ്ട് പൊന്നോമന മക്കളുടെ അടുക്കലേക്ക് നടക്കുകയാണ്. ചെറുപ്പക്കാരെ, പ്രായമുള്ളവരവിടെ ഇരുന്നോട്ടെ, ചെറുപ്പക്കാരൊക്കെ ഒന്ന് എഴുന്നേറ്റടുത്തേക്ക് നിൽക്കുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്യാഗമല്ലേ പറയുന്നത്. അവിടുന്ന് വറാവദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അന്നഫീ ഫഅറാഹ അയ്യമ ശമമി. അതാ മാമലകള് മാടി വിളിക്കുമ്പോ കനകം വേണ്ടാന്ന് പറഞ്ഞ് ഈത്തപ്പന മടലിന്റെ മേലെ പൂമേനി വെച്ച് കിടന്ന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിയുടെ വേദനയും കൊണ്ട് കെട്ടിയ കൂലിയും വാങ്ങി ഫാത്തിമാന്റെ അടുക്കലേക്ക് വരുന്നു ഹസനൈനിക്ക് കൊടുക്കാൻ. അത് കഴിഞ്ഞ് നബി തങ്ങൾ അങ്ങ് നടന്നു പോയപ്പോഴാണ് അറാബിയുടെ മനസ്സിലൊരു വിചാരം, ഇതെങ്ങാനും നബിയെയാണോ ഞാൻ അടിച്ചത്? കണ്ടിട്ട് നബിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. മനസ്സിലോർത്തു നോക്കി, പ്രവാചകനെയാണോ? പ്രവാചകനെയാണോ ഞാൻ അടിച്ചുപോയത്? ഉടനെ ഈ അറാബി കത്തിയെടുത്തിട്ട് പ്രവാചകനാണോ ഞാൻ അടിച്ചതെന്ന സംശയം കൊണ്ട് അടിച്ച കയ്യങ്ങ് വെട്ടിമുറിച്ച് കൈപ്പത്തിയങ്ങ് മാറ്റി. രക്തം വാർന്ന് ബോധരഹിതനായി നിലത്ത് വീണു. ഇമാം കല്ലൂബി രേഖപ്പെടുത്തുന്നുണ്ട്. ബോധരഹിതനായി കിടക്കുമ്പോഴാണ് വഴിയാത്രക്കാര് വന്നു നോക്കുമ്പോ കൈപ്പത്തി മുറിച്ചു മാറ്റിയിട്ട് രക്തം വാർന്നൊരു മനുഷ്യൻ കിടക്കുന്നു. മെല്ലെ വെള്ളം തളിച്ചിട്ട് ബോധം തെളിച്ചിട്ട് ചോദിച്ചു, എന്തു പറ്റിപ്പോയി സഹോദരാ? ഉടനെ പറഞ്ഞു, ഇവിടെ ഒരാൾ വന്ന് വെള്ളം കോരി ബക്കറ്റ് വീണുപോയി,
ഞാൻ ഉടനെ മുഖത്തൊരടി കൊടുത്തു. അതാ നബിയാണോ എനിക്കൊരു സംശയം തോന്നിയപ്പോ, ഒരു നബിയെ അടിച്ച മനുഷ്യന് ഗുണം കിട്ടില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ കൈ മുറിച്ചു കളഞ്ഞതാണ്. ഉടനെ ഈ അറാബി മുറിച്ചു മാറ്റിയ കയ്യുമെടുത്തിട്ട് ഓടുകയാണ്. ഇലാ ജനാബി റസൂലില്ലാഹ്. ونور کی ساگر نور کی جلوہ نور کی جل کا جھا. കാരുണ്യത്തിന്റെ പ്രഭാവമായ ഔദാര്യത്തിന്റെ ആരാമമായ വിട്ടുവീഴ്ചയുടെ വിഹായുസായ മഹിത ഗുണങ്ങളുടെ മണിമകുടമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേടി മദീന പള്ളിയുടെ മണിമുറ്റത്തെത്തിയപ്പോൾ സഹാബി പ്രമുഖരെവിടെയുണ്ട് നബിയെ അന്വേഷിച്ചു. എവിടെയാണ്? പറഞ്ഞു, ഇപ്പൊ പള്ളിയിലില്ല, അവിടെ ഫാത്തിമാന്റെ വീട്ടിലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേടി മുറിച്ചു മാറ്റിയ കൈയും ഇടതു കൈയിൽ പിടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമാന്റെ വാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ ഹസനയും ഹുസൈനയും രണ്ട് കാലിലായി മടിയിലിരുത്തിയിട്ട് കൂലി കിട്ടിയ കാരക്ക കൊണ്ടുവന്ന് കീറി വായിൽ വെച്ചു കൊടുക്കുകയാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. വാതില് മുട്ടിയപ്പോ മോള് ഫാത്തിമാനോട് പറഞ്ഞു, മോളെ അതാരാണെന്ന് നോക്കൂ. പറയുന്നു, മുമ്പുപ്പാ ഒരു കൈയും മുറിച്ച് മറുകൈയിൽ പിടിച്ചിട്ട് ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. വാപ്പാനെ തേടി വന്നതാണ് ഉപ്പാ. ആ ചന്ദ്രമുഖരായ മുത്തു മുസ്തഫ കവാടം തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ തോട്ടത്തിൽ വെച്ച് മുഖത്തടിച്ച അറാബിയാണ്. കൈയും മുറിച്ച് കയ്യിൽ പിടിച്ച് വന്നിട്ട് പറയുന്നു, ഞാൻ അടിച്ചപ്പോ നിങ്ങൾ ആരാണെന്നറിയില്ലായിരുന്നു. നബിയെ ആണോ ഞാൻ അടിച്ചതെന്ന് ആലോചിച്ചിട്ട് ആത്മസംഘർഷം കൊണ്ട് കൈമുറിച്ചതാണ്. നിങ്ങൾ സത്യപ്രവാചകരാണെങ്കിൽ എന്റെ ഈ കൈയൊന്ന് ഒട്ടിച്ചു തരണം നബിയേ. കമ്മബറഅത് വസീബൻ ബില്ലംസി റാഹതുഹു വഅത്ലഖത് അരീബൻ മിൻ ദിബഖത്തിൽ ലമാനി. കരസ്പർശം കൊണ്ട് ശമനം നൽകിയ അനുഗ്രഹീതമായ അമാനുഷികതയുടെ അടയാളമായ അഷ്റഫുൽ വറായുടെ അധരങ്ങളിൽ മന്ത്രമുയർന്നിട്ട് കരങ്ങളിൽ പരിഹാരം വരികയാണ്. കൈയെടുത്ത് മെല്ലെ ആ ജോയിന്റിൽ വെച്ചിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീര് പുരട്ടിയപ്പോൾ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് വെച്ചു കൊടുത്തതുപോലെ മഹാന്മാരായ സ്വഹാബികളിൽ പലരുടെയും പരിക്ക് മാറിയതുപോലെ ഈ അറാബിയുടെ കൈ പൂർവസ്ഥിതിയിലാകുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നു. മുഅ്മിനീങ്ങളെ, ഇവിടെ മുഅ്ജിസത്ത് പഠിക്കുന്നതോടൊപ്പം ഒരു കാര്യം നമ്മൾ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് ജീവിച്ചിട്ടാണ് നമ്മളുടെ കയ്യിലേക്ക് ഇസ്ലാമിനെ കൈമാറിയത്. അതുകൊണ്ട് ആ ഹബീബായ നബിയുടെ അനുഗ്രഹം കൊണ്ട്
നമ്മുടെ കയ്യിലേക്ക് അള്ളാഹ് നിഅമത്ത് നൽകിയപ്പോൾ അവനെ മറന്ന് ജീവിച്ചുകൂടാ, നിസ്കാരം ഖളാക്കിക്കൂടാ, തെറ്റുകുറ്റങ്ങളിലേക്ക് ചേക്കേറിക്കൂടാ, പലിശയ്ക്ക് കൂട്ടുനിന്നുകൂടാ. ചെറുപ്പക്കാരെ, നമുക്ക് നാളെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ യുവത്വം അല്ലാഹുവിന്റെ പൊരുത്തത്തിലാകണം. പെങ്ങന്മാരെ, ജീവിതം റബ്ബിന്റെ കോടതിയിൽ സ്വർഗം കിട്ടാനുള്ളതാകണം. മരണത്തിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈമാനോടെ മരിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.